ഒരു കാലത്ത് കേരളത്തിലെ ദേശീയ തലത്തിലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അവസാന വാക്കുകളിലൊന്നായിരുന്ന ലീഡർ കെ കരുണാകരൻ്റെ സ്മാരകം BJPയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചാലോ? സത്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ച കുറച്ചുപേരിൽ ഒരാളാണ് ലീഡർ കെ കരുണാകരൻ, സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രി. ആ സമയത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അവസാന വാക്ക്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്മാരകം BJP നിർമ്മിക്കുകയാണെങ്കിൽ അതിനുമപ്പുറം ഒരു നാണക്കേട് കേരളത്തിലെ കോൺഗ്രസ്സിന് സംഭവിക്കാനുണ്ടോ? അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കാൻ വരട്ടെ, സംഭവിച്ചേക്കാം എന്ന് തന്നെയാണ് അകത്തളങ്ങളിലെ വാർത്തകളിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു. മുരളി മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി പത്മജ വേണുഗോപാലിനൊപ്പമാണ് കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. അതേസമയം സന്ദർശനത്തിന് രാഷ്ട്രീയ മാനമില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ലീഡർ കരുണാകരനെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പിതാവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവായി കാണുന്നത് പോലെ. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളോടുള്ള അപമര്യാദയല്ല, പക്ഷേ എൻ്റെ തലമുറയിലെ ഏറ്റവും ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോട് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഇഷ്ടമുണ്ടാകും. മാനസപുത്രൻ എന്ന് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അതിനു മര്യാദയായാണ് രാഷ്ട്രീയമില്ലാതെ തന്നെ ഇവിടെ എത്തിയത്. അതിനുള്ള ചോദ്യങ്ങളൊന്നുമില്ല, അതിനുള്ള ഉത്തരങ്ങളും എൻ്റെ കയ്യിലില്ല, സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ പത്മജ വേണുഗോപാലിനൊപ്പം മുരളി മന്ദിരത്തിൽ സുരേഷ് ഗോപി എത്തിയതിന് പിന്നാലെ ചില വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതിനു മുൻപ് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയമോ ദേശീയ തലത്തിലെ നേതാക്കൾ രാജിവെച്ച് പുറത്തുപോയതോ ഒന്നുമായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ തലതൊട്ടപ്പന്മാരായ രണ്ട് വലിയ നേതാക്കളുടെ മക്കൾ ബദ്ധശത്രുവായ BJPയിലേക്ക് പോയി എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആഘാതം സമ്മാനിച്ചത്. മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും മക്കൾ BJP അംഗത്വം എടുത്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ തകർച്ച എത്രത്തോളമാണെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. അനിൽ K ആൻ്റണി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പ്രവേശനം നേടിയതിൻ്റെ വേദന മറന്നു തുടങ്ങുന്നതിന് മുൻപ് തന്നെയാണ് ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തപ്പെട്ടത്. ഒരർത്ഥത്തിൽ BJPക്ക് ബാലി കയറാൻ മലയായി തുടരുന്ന കേരളത്തിൽ പത്മജയും മുൻനിർത്തി കളിക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലീഡറുടെ സ്മാരകം ചർച്ചകളിലേക്ക് എത്തുന്നത്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിന് പിന്നാലെ സംഘികളെ അച്ഛൻ്റെ കുഴിമാടത്തിൽ കയറിയിറങ്ങാൻ അനുവദിക്കില്ലെന്ന് K മുരളീധരൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. പത്മജ പോകുന്നെങ്കിൽ പോകട്ടെ, അച്ഛനെയും അച്ഛൻ്റെ ഓർമ്മകളെയും BJPക്ക് നൽകുവാൻ സാധ്യമല്ല എന്നാണ് മുരളീധരൻ ആ പറഞ്ഞതിനർത്ഥം. എന്നാൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും മുരളീധരൻ്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട സംഗതി തന്നെയാണ്. കാരണം പത്മജ വേണുഗോപാലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. സ്മൃതി മണ്ഡപം സംബന്ധിച്ച് എന്ത് തീരുമാനവും പത്മജയുടേത് മാത്രമാണെന്ന് വ്യക്തം. ഈ സാഹചര്യം തന്നെയാണ് BJPക്ക് അനുകൂലവും കോൺഗ്രസിന് പ്രതികൂലവുമായി മാറുന്നത്. ഈ വിഷയം ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായി പത്മജ വേണുഗോപാൽ മുരളി മന്ദിരത്തിൽ സന്ദർശനത്തിന് എത്തിയത്. മാസങ്ങൾക്ക് മുൻപ് കെ കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടി അമ്മയുടെ മരണദിനത്തിൽ 50 യൂത്ത് കോൺഗ്രസുകാർക്ക് പത്മജ വേണുഗോപാൽ BJP അംഗത്വം നൽകിയത് മുരളി മന്ദിരത്തിൽ വച്ചാണ്. ഇതിനെതിരെ K മുരളീധരൻ രംഗത്തെത്തിയിരുന്നു. ഇനി കൂടുതൽ ജാഗ്രതയുണ്ടാകുമെന്നും മുരളി മന്ദിരത്തിൻ്റെ കാര്യത്തിൽ എന്നെ ആരും ഉപദേശിക്കാൻ വരേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മറ്റു കാര്യങ്ങൾ പിന്നെ നോക്കാമെന്നും മുരളി പറഞ്ഞു. മുരളി മന്ദിരമെന്ന കെട്ടിടം എനിക്ക് വേണ്ട, എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘപരിവാറുകാർക്ക് വിട്ടുകൊടുക്കില്ലെന്നും മുരളി പറഞ്ഞിരുന്നു. മുരളിയുടെ ഈ പരിഭ്രാന്തി തന്നെയാണ് BJP ആയുധമാക്കുന്നത്. പത്മജ വേണുഗോപാൽ BJPയിൽ പോയതിന് പിന്നാലെ K മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചുകൊണ്ട് പത്മജയ്ക്ക് തക്ക മറുപടി കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. എന്നാൽ ആ നീക്കം പാളി, മുരളി തോറ്റു. പത്മജ പ്രതിനിധാനം ചെയ്യുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഒരു ചോദ്യമുയരുന്നത്. സ്വന്തം ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അച്ഛനെ സംസ്കരിച്ച സ്ഥലത്ത് സ്മൃതി മണ്ഡപത്തിനൊപ്പം ഒരു സാംസ്കാരിക കേന്ദ്രമോ ലൈബ്രറിയോ ഗവേഷണ കേന്ദ്രമോ അങ്ങനെ എന്തെങ്കിലും പത്മജയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. സ്വന്തം മകൾ അച്ഛന് വേണ്ടി നിർമ്മിക്കുന്ന നിർമ്മിതികളായിരിക്കും അവ.
അച്ഛന് വേണ്ടി സ്വന്തം ഭൂമിയിൽ യാതൊന്നും നിർമ്മിച്ചുകൂടാ എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എതിർപ്പുയർത്തുന്നത് കോൺഗ്രസ്സുകാരനായിരുന്നാലും മറ്റേതെങ്കിലും പാർട്ടിക്കാരനായിരുന്നാലും ഒന്നും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യം BJP പരമാവധി മുതലെടുത്താൽ, അതായത് പത്മജയെ മുൻനിർത്തി പത്മജയെക്കൊണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോയാൽ കോൺഗ്രസ്സുകാർ കുറച്ച് എതിർപ്പുയർത്തുമെന്നല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒരുപക്ഷേ ഈ വിഷയം കോടതി കയറുമായിരിക്കും. സ്വന്തം പിതാവിന് വേണ്ടി താൻ ചെയ്യുന്ന നിർമ്മിതികളാണെന്ന് പത്മജ നിലപാടെടുത്താൽ കോടതിക്ക് മറിച്ചെന്തെങ്കിലും വിധി പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്നുള്ളതും ചോദ്യമാണ്. അങ്ങനെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും സൂചിപ്പിക്കുന്നത്. നിലവിലെ സാഹചര്യവും അങ്ങനെ തന്നെയാണ്. അതായത് ലീഡർ കെ കരുണാകരന് വേണ്ടി മുരളി മന്ദിര വളപ്പിൽ ഒരു സ്മാരകം നിർമ്മിക്കുക, അതുതന്നെയാണ് BJP ലക്ഷ്യമിടുന്നതെന്നാണ് സൂചനകളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നതും. BJPയിലേക്ക് പോയതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പത്മജ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കെ കരുണാകരന് സ്മാരകം പോയിട്ട് ഒരു കല്ല് പോലും കോൺഗ്രസ് വെക്കില്ലെന്നാണ് പത്മജ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയത്. BJP നേതാക്കൾക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് പത്മജയുടെ ഈ പരാമർശമെന്നുകൂടി ഓർക്കണം. കെ കരുണാകരനെ പോലും ചില നേതാക്കൾ അപമാനിച്ചുവെന്നും നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും അവർ നിസ്സാരമായി എടുക്കുകയായിരുന്നു എന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു. തൻ്റെ അമ്മയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്നും പത്മജ അന്ന് പറഞ്ഞിരുന്നു. താൻ കെ കരുണാകരൻ്റെ മകളല്ല എന്നാണ് രാഹുൽ പറഞ്ഞതെന്നാണ് പത്മജ പറയുന്നത്. രാഹുൽ TV-യിലിരുന്ന് നേതാവായ ആളാണ്. അയാൾ ജയിലിൽ കിടന്ന കഥയൊക്കെ അറിയാമെന്നും തന്നെക്കൊണ്ട് പറയിപ്പിക്കണമെന്നുമൊക്കെ പത്മജ അന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വളർന്നു വരുന്ന നേതാവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പത്മജയെക്കുറിച്ച് പറഞ്ഞത് കുറച്ചുകൂടിപ്പോയി. BJPക്കാർ മാത്രമല്ല എതിർപ്പുമായി വന്നത്. നേതാക്കൾ അല്ലാത്ത സാധാ കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആവേശത്തെ വിമർശനത്തോടെ തന്നെയാണ് കാണുന്നത്. പത്മജ വേണുഗോപാലിനെ എന്തൊക്കെയോ പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടി ലഭിക്കുമായിരിക്കും എന്ന് ഉദ്ദേശിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിക്കാണുക. പക്ഷേ സംഗതി കൈവിട്ടുപോയി. കോൺഗ്രസ്സുകാരിൽ തന്നെ 1-2 പേർ പിന്തുണച്ചതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ ആരും എത്തിയില്ല. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല പരസ്യമായി തൻ്റെ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പത്മജ BJPയിലേക്ക് പോയതിന് പിന്നാലെ ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർക്ക് മറുപടി നൽകാനുള്ള തുടക്കം എന്ന നിലയിലാണ് സ്മൃതി മണ്ഡപ നിർമ്മാണത്തെ BJP കാണുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ചുരുക്കി പറഞ്ഞാൽ BJPയുടെ പരോക്ഷ പിന്തുണയിൽ ലീഡർ കെ കരുണാകരനു വേണ്ടി പത്മജയുടെ കുടുംബഭൂമിയിൽ ഒരു സ്മൃതി മണ്ഡപവും അനുബന്ധ നിർമ്മിതികളും ഉയർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ സംഭവിച്ചേക്കും എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത്. കരുണാകരൻ മരണപ്പെട്ടിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു സ്മാരകം ഇതുവരെ സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലൊരു ഉദ്യമത്തിന് തങ്ങൾ വരേണ്ടി വന്നു എന്ന് BJPക്ക് പറയാനൊരു അവസരമാണ് ഇവിടെ തുറന്നു ലഭിക്കുന്നത്. കോൺഗ്രസ് നേതാവായ കെ കരുണാകരന് വേണ്ടിയായിരിക്കില്ല അവർ സ്മാരകം നിർമ്മിക്കുന്നത്. BJP നേതാവായ പത്മജ വേണുഗോപാലിൻ്റെ പിതാവും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുമായ വ്യക്തിക്ക് സ്മാരകം നിർമ്മിക്കുകയാണെന്ന വാദമായിരിക്കും അവർ ഉയർത്തുന്നത്. പറ്റുമെങ്കിൽ ആ സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്യുക കൂടി ചെയ്താൽ എല്ലാം പൂർത്തിയാകും. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാലോചിച്ച് നോക്കൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രമേ അവരെ കൊണ്ട് കഴിയുകയുള്ളൂ.